ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൊയമ്പ് കാലം എന്നത് ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ആചാരത്തിൻ്റെ ഭാഗം മാത്രമാകാതെ അത് അവൻ്റെ ജീവിതത്തിൽ ആത്മീയവും മാനസികവുമായ വളർച്ചയ്ക്ക് ഉതകും വിധം ആ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണല്ലോ. ഇന്ന് ഈ 25 നൊയമ്പിൽ നമ്മളായിരിക്കുന്നതായ സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനകാലം ആണല്ലോ നമ്മൾ ആചരിക്കുവാനായിട്ട് തുടങ്ങുന്നത്. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വരുവാനും അവന് നമ്മുടെ ഉള്ളിൽ ജനിപ്പാനും തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ അല്പസമയത്തെ വചന ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വചനഭാഗം അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വചനഭാഗങ്ങളാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ഈ വചനഭാഗം എന്നാൽ യോഹന്നാൻ വളരെ വ്യക്തതയോടെ നമുക്ക് വരച്ച് കാണിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്നതാണ്. അപ്പോൾ ഏത് വചനം പഠിക്കുന്നതായ ഒരു കുട്ടിക്കും വളരെ വ്യക്തതയോടെ വളരെ സുതാര്യമായിട്ട് ദൈവത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുവിനെ പറ്റിയും പഠിക്കുന്നതിന് ഇത് വളരെ വ്യക്തതയോടെ വരച്ച് കാണിച്ചിരിക്കുകയാണ് യോഹന്നാൻ. ഇന്നത്തെ ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിനും പുതിയ നിയമ കാലഘട്ടത്തിനും ഇടയിലുണ്ടായിരുന്ന മനുഷ്യന്റെ അന്ധത നിറഞ്ഞതായ ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തെയാണ്. കാരണം അന്ധതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നതായ ഒരു മനുഷ്യ സമൂഹത്തിന് പ്രകാശത്തിലൂടെ അവരെ പ്രകാശത്തിൻ്റെതായ പാതയിലൂടെ വഴി നടത്തുന്നതിനായിട്ട് ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നാണ് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ വചനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുമ്പോൾ നമ്മൾ ഈ നൊയമ്പിൻ്റെ നാളുകളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷാത്കാരമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന് യോഹന്നാൻ നമ്മളോട് പറയുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു എങ്കിൽ പഴയ നിയമത്തിൽ പറയുന്നത് ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ വാക്കായിരുന്നു, ആ വാക്ക് പിന്നീട് പ്രകാശമായി, ആ പ്രകാശം പിന്നീട് വചനമായിട്ട് മാറി മാതാവിൻ്റെ ഉള്ളിൽ അത് വചനം മാംസമായിട്ട് തീരുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതായ വെളിച്ചം എന്ന് പറയുന്നത് അത് തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു ഉണ്ട് എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ അവൻ ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനെ അയക്കുകയുണ്ടായി. അവന് മുൻപായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചതായിട്ടുള്ള യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്നുണ്ട് എന്ന് നമ്മളെ അറിയിക്കുകയാണ്. അപ്പോൾ ആ അറിയിപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടതായ ഒരു തീരുമാനമാണ്. ഈ കടന്നു വരുന്നതായ വെളിച്ചത്തിന് യഥാർത്ഥമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, യഥാർത്ഥമായ ഒരു നീതിബോധമുണ്ടായിരുന്നു, യഥാർത്ഥമായ ഒരു ദിശാബോധമുണ്ടായിരുന്നു, യഥാർത്ഥമായ വീക്ഷണമുണ്ടായിരുന്നു. എന്നാൽ ആ വീക്ഷണങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ വെളിച്ചം ഇവിടെ നിന്ന് കടന്നുപോയി ഇന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ദിശാബോധത്തെയും ആ ലക്ഷ്യത്തെയും പിന്തുടരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അവനായിട്ട് വേർതിരിക്കപ്പെട്ടതായ സ്വന്തം ജനമായ ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഗ്രഹത്തിൽ അവൻ വന്ന് മാംസമായി മാറുന്നതാണ്. മാതാവിൻ്റെ ഉദരത്തിൽ മാംസമായിട്ട് മാറുന്നതായിട്ടുള്ള ക്രിസ്തുവിനെയാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
കഴിഞ്ഞ ആഴ്ച ദിവസം നമ്മൾ ധ്യാനിച്ചത് അതാണ്. മറിയത്തിന്റെ അടുത്തേക്ക് മറിയം ബന്ധപ്പെട്ട് എലിസബത്തിന്റെ അടുത്തേക്ക് പോകുന്നതായ വലിയൊരു കാഴ്ചയുണ്ട്. മറിയം എലിസബത്തിനെ പോയി കണ്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്നതായ കുഞ്ഞ് അവിടെ തുള്ളിച്ചാടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടായിരിക്കാം എലിസബത്തിന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് ചലിക്കുവാനായിട്ട് ഇടയായി? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അത് മാതാവിന്റെ ഉള്ളിൽ ഒരു ക്രിസ്തു ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ക്രിസ്തു ഉണ്ട്. നാം ക്രിസ്തുമസിന് വേണ്ടി നോയമ്പിലൂടെ ഒരുങ്ങുമ്പോൾ അവന് നമ്മുടെ ഉള്ളിൽ വന്ന് ജീവിപ്പാൻ തക്ക വിധത്തിൽ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും ഒരു പുൽത്തൊട്ടിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ രീതിയിൽ ജീവിപ്പാനായിട്ട്, ജീവിത വിശുദ്ധിയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യം നമ്മളെ ഓരോരുത്തരെയും ഒരുപക്ഷെ അസ്വസ്ഥരാക്കിയിരിക്കാം. എന്നാൽ നോയമ്പെന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാലും ഉപവാസത്തോടെയും ജീവിത വിശുദ്ധിയോടും കൂടെ ആ ക്രിസ്തുവിന് നമ്മുടെ ഉള്ളിൽ വന്ന് ജീവിപ്പാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ലഭിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ക്രിസ്തീയ സ്നേഹം നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെടാതെ നന്മയും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇതെന്ന് തിരിച്ചറിഞ്ഞ് രൂപാന്തരം പ്രാപിച്ച് മനസ്സ് പുതുക്കി ഇരിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്ന് ഈ നോയമ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യം ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കത്തക്ക വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.